മഴ കനത്തതോടെ കായംകുളം മണ്ഡലത്തിലെ ദേശീയപാത കൂടുതൽ ശോച്യാവസ്ഥയിലായെന്നും തർക്കപ്രദേശങ്ങൾ ഒഴികെ നിർമ്മാണം നടത്തി നിലവിലെ അപകടാവസ്ഥ പരിഹരിക്കാൻ കരാർ കമ്പനി തയ്യാറാകണമെന്നും അഡ്വക്കേറ്റ് യു പ്രതിഭ MLA പറഞ്ഞു. തർക്കസ്ഥലങ്ങൾ ഒഴിച്ചുള്ള സ്ഥലത്തെ ദേശീയപാത നിർമ്മാണം ദ്രുതഗതിയിൽ ആക്കണമെന്നും ഇവിടുത്തെ നിർമ്മാണം ഇഴച്ചുകൊണ്ടുപോകുവാൻ ഗൂഢശ്രമം നടക്കുന്നുണ്ടെന്നും MLA പറഞ്ഞു. കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ദേശീയപാതയിൽ തർക്കമുള്ള സ്ഥലങ്ങളെ ഒഴിവാക്കി നിലവിലെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നും റോഡിന്റെ നിർമ്മാണം ഇഴച്ച് നീക്കി കൊണ്ടുപോകാൻ ഗൂഢശ്രമം നടക്കുന്നുണ്ടെന്നും അഡ്വക്കേറ്റ് യു പ്രതിഭ MLA പറഞ്ഞു. മഴ കനത്തോടുകൂടി നമുക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് നമ്മുടെ കായംകുളത്തെ ദേശീയപാതയാണ്. കാരണം നമ്മുടെ പഞ്ചായത്തിലെ ചെയ്ത റോഡുകൾ അതിൻ്റെ ഭാഗത്ത് വെള്ളക്കെട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഏകദേശം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകുന്ന ഒരുപാട് വാഹനങ്ങൾ ചരക്ക് ഗതാഗതം അടക്കം നടക്കുന്ന ഒരു ഭാഗം 13 കിലോമീറ്റർ നമുക്കുണ്ട്. ഇന്നത്തെ മഴയിൽ അതിലെ യാത്ര ചെയ്തപ്പോഴും എല്ലാ ദിവസവും ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയിൽ ഇന്ന് കുറേ അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഒരുപാട് കുഴികൾ ദേശീയപാതയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. 2020 ദേശീയപാത അതോറിറ്റി നമ്മുടെ കായംകുളം അടക്കമുള്ള ദേശീയപാതയുടെ ഭാഗം ഏറ്റെടുത്തതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് അതിനകത്ത് പ്രത്യേകിച്ചൊരു വർക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ കഴിയില്ല. അപ്പോൾ ദേശീയപാതയിൽ ഏറ്റെടുത്ത കരാർ കമ്പനി തർക്കമുള്ള സ്ഥലത്ത് ജോലി ഒഴികെ ബാക്കി തീർക്കണമെന്ന് തന്നെയാണ് ഡയറക്ഷൻ. അതിനെതിരെ ചില ആവശ്യമില്ലാത്ത സമര കോലാഹലങ്ങളൊക്കെ കണ്ടു. എൻ്റെ മുന്നിൽ കായംകുളത്തെ ജനങ്ങളാണ്, കായംകുളത്തൂടെ യാത്ര ചെയ്യുന്ന ജനങ്ങളാണ്. ഏതെങ്കിലും ഒരു പ്രദേശത്തെ തർക്കം അത് പരിഹരിക്കപ്പെടേണ്ട രീതിയിൽ എല്ലായിടത്തും ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. 5 അണ്ടർ പാസേജ് കായംകുളത്ത് ചെയ്തത് എന്തായാലും ആരുടെയും സമ്മർദ്ദത്തിലും ഒന്നുമല്ല. അതൊക്കെ ദേശീയപാത അതോറിറ്റിയുടെ അലൈൻമെൻറ്റ് വർക്കാണ്. ചെയ്ത് കഴിയുമ്പം ആണ് നമുക്ക് എവിടേക്കാണ് വെള്ളക്കെട്ട്, എവിടേക്കാണ് പ്രതിസന്ധി, അതനുസരിച്ച് ദേശീയപാതയുടെ ഡയറക്ഷൻ കൊടുക്കാൻ കഴിയും. എന്നാൽ ഒരു ഗൂഢസംഘം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയാണ്. ദേശീയപാതയുടെ പണി നടത്താതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഗൂഢസംഘം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയാണ്. അതിലൂടെ വരാൻ പോകുന്നത് 13 കിലോമീറ്ററിലെ വർക്കുകളും നമ്മൾക്ക് വേഗത്തിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. നമുക്ക് പാലം കഴിഞ്ഞ് ONG കഴിഞ്ഞ് കരിയിലക്കുളങ്ങര വരെ വർക്ക് ഇപ്പോൾ തൽക്കാലം നിർത്തിവെച്ചു. പക്ഷേ അവിടെ റോഡ് ക്ലിയർ ചെയ്ത് തരണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. അവിടുത്തെ റോഡ് ഭാഗം ദേശീയപാത ഇനിയിപ്പം ഈ വർഷം അല്ലെങ്കിൽ വരുന്ന വർഷം അവർ ചെയ്യുന്നില്ല, അതൊന്നുമല്ല. എൻ്റെ വിഷയം കായംകുളത്തെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ സുരക്ഷയാണ്. കുഴിയിൽ വീണ് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കുകയാണ്. അതുകൊണ്ട് തർക്കമില്ലാത്ത സ്ഥലത്ത് ഏറ്റവും വേഗത്തിൽ ജോലി ചെയ്ത് തീർക്കാമെന്നുള്ളതാണ്. അതിനുവേണ്ടി റോഡിനെ കുരുതിക്കളമാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ കൃത്യമായ രൂപത്തിൽ അതിൽ ഇടപെടും എന്നുള്ളതാണ് പറയാനുള്ളത്. മഴ കനത്തതോടെ ദേശീയപാത അതീവ ശോച്യാവസ്ഥയിലാണ്. വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുമുണ്ടാകുന്നുണ്ട്. അപകടങ്ങൾ പതിവായിട്ടുണ്ട്. ദേശീയപാത നവീകരണത്തിന് കരാർ എടുത്തിരിക്കുന്നവർ തർക്കസ്ഥലങ്ങൾ ഒഴിവാക്കി നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്നാൽ ഇതിനെതിരെ ചിലർ രംഗത്ത് വരികയാണ് ചെയ്യുന്നത്. കായംകുളത്തുകൂടെ സഞ്ചരിക്കുന്ന ജനങ്ങളുടെ പ്രശ്നമാണ് താൻ ഉന്നയിക്കുന്നതെന്നും പ്രതിഭ MLA പറഞ്ഞു. ദേശീയപാതയ്ക്ക് വേണ്ടി ഇടപെട്ട കാര്യങ്ങളെല്ലാം വ്യക്തമാണെന്നും അവർ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.